ഔട്ട് പാസ് അഥവാ UAE ഇഷ്യൂ ചെയ്യുന്ന എക്സിറ്റ് പെർമിറ്റ് യൂസ് ചെയ്ത് UAE വിട്ടു പോയ ഒരാൾക്ക് തിരിച്ച് UAEയിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ളത് ഒരുപാട് പേര് പല വീഡിയോയുടെയും താഴെ കമൻറ്റിലായിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ച് നമുക്ക് ഔട്ട് പാസിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഏകദേശം അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ചാനൽ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് നിർബന്ധമാണെന്ന് തോന്നുന്നു. നമുക്ക് UAEയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും പറയുന്ന റെഗുലറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ചാനലാണ് നമ്മുടേത്. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കാം. അതിനകത്ത് നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള മറുപടികളും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. ഔട്ട് പാസ് അഥവാ UAE എക്സിറ്റ് പെർമിറ്റ്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് UAE ഗവൺമെൻറ് അല്ലെങ്കിൽ UAEയിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏകദേശം 3 സിറ്റുവേഷനിലാണ് നോർമലി നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ UAEയിൽ വന്നിട്ട് അവിടെ വിസ ഓവർ സ്റ്റേ ആയിട്ട് നമ്മൾ തിരിച്ചു പോകാതെ, വിസ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാതെ കുറച്ചധികം നാൾ നിൽക്കുമ്പോഴാണ് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട് പാസ് എടുത്തിട്ട് പോകാൻ കഴിയുള്ളൂ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് എക്സ്പയർഡായി പോയി, അതല്ലെങ്കിൽ നമുക്ക് ആ പാസ്പോർട്ട് ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യണമെങ്കിലുള്ള യാത്രാരേഖയായിട്ട് ഇത് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്കൊന്നെന്ന് പറഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ, നമ്മളുടെ പേരിൽ എന്തെങ്കിലും വലിയൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേര് നമ്മൾ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് UAE ഗവൺമെൻറ് എങ്കിൽ അപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഔട്ട് പാസ് വഴിയാണ് പോകേണ്ടി വരിക. ഇനി ഇത് കൂടാതെയുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. നമ്മൾ ചെറിയൊരു കുട്ടി, ഇൻഫാൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ തിരിച്ചു പോകാൻ ഉള്ള സമയത്ത് ആ കുട്ടിക്ക് ചിലപ്പോൾ നമ്മുടെ UAEയുടെ വിസ ഇല്ലെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഔട്ട് പാസ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് ഔട്ട് പാസ് ഇഷ്യൂ എന്ന ഒരു ജനറൽ സെനാരിയോ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കേസിനകത്ത് ഓവർ സ്റ്റേ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കുക, റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക, അതുകൂടാതെ നമ്മളുടെ കയ്യിൽ 2 പാസ്പോർട്ട് ഫോട്ടോ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത്. ഇനി പാസ്പോർട്ട് നഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ആ പോലീസ് റിപ്പോർട്ട് ഉണ്ടാവണം. അതുകൂടാതെ നമുക്ക് ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ കൗൺസിലേറ്റിനോ ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പേപ്പർ വയ്ക്കണം. അതുകൂടാതെ നമ്മുടെ റിട്ടേൺ ടിക്കറ്റും അതുകൂടാതെ 2 ഫോട്ടോസും കൂടെ വയ്ക്കുക. എക്സ്പയർഡ് ആണെങ്കിൽ എക്സ്പയർഡ് പാസ്പോർട്ടും അതുകൂടാതെ ഈ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റുകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കേണ്ടി വരും. ഇനി കുട്ടിയാണ്, നമ്മുടെ കുട്ടീനെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ നമ്മുടെ പേരൻറ്റിൻ്റെ പാസ്പോർട്ട് വയ്ക്കണം. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ പാസ്പോർട്ട്, പിന്നെ ഫോട്ടോയും, പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ഫാദറിൻ്റെ ഒരു ലെറ്റർ വേണം. ഇങ്ങനൊരു എൻട്രി എക്സിറ്റ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു ലെറ്റർ കൊടുക്കേണ്ടി വരും. കൂടാതെ ഫാദർ പ്രസൻ്റ് ആയിരിക്കണം. ഫാദർ ഇല്ലെങ്കിൽ ഫാദറിൻ്റെ ഒരു പവർ ഓഫ് അറ്റോർണി കൂടെ ഹാജരാക്കേണ്ടതായിട്ട് വരും. ഇനി ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഡൈവോഴ്സ് ലെറ്റർ കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്താണ് കുട്ടിക്ക് ഈ പേപ്പർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ആമർ സെൻറ്റർ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. GDRFAൻ്റെ വെബ്സൈറ്റ് വഴിയും ചെയ്യാം, അതുപോലെ തന്നെ ICPയുടെ വഴിയും ചെയ്യാം. GDRFAൻ്റെ അകത്ത് നമുക്ക് സർവീസിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ വയലേഷൻ ഫോളോ അപ്പിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ എൻട്രി എക്സിറ്റ്, ഞാൻ വീണ്ടും തെറ്റി പറയാണ്, എക്സിറ്റ് പെർമിറ്റ് എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം 240 ദിർഹംസാണ് അറൗണ്ട് വരുന്നത്. ICPൻ്റെ വെബ്സൈറ്റിനകത്താണെങ്കിൽ സർവീസിൻ്റെ അകത്ത്, ഇൻഡിവിജ്വൽ സർവീസിനകത്ത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അവിടെ ഏകദേശം അറൗണ്ട് 200 ദിർഹംസ് തന്നെയാണ് അവിടെയും ചാർജായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 48 ഹവേഴ്സിനകത്ത് നമുക്കത് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. 10 ദിവസത്തിനകത്ത് നമ്മൾ രാജ്യം വിട്ടേക്കണം. ഇതൊരു തവണ മാത്രം യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർവീസ് കൂടെയാണ്. ഇനി അവസാനത്തിലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത്. തിരിച്ചു വരാൻ പറ്റുന്ന സിറ്റുവേഷനും ഉണ്ട്, പറ്റാത്ത സിറ്റുവേഷനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടൊക്കെ ചെയ്യുന്ന പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ഔട്ട് പാസ് എടുത്ത് പോയ ആളുകളൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷേ നമ്മളെ വിസ വയലേഷൻ കാരണം നമുക്ക് വിസ ഫൈൻ, വലിയൊരു ഫൈൻ വന്നു, ഫൈൻ അടയ്ക്കാൻ പറ്റാതെ നമ്മൾ രാജ്യം ചിലപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളൊരു ക്രൈം ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആ ക്രൈം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ, ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വഴിയില്ല. പെർമനൻറ്റ് ലൈഫ് ബാനോടിട്ടായിരിക്കും പോകേണ്ടി വരിക. അതല്ലാതെയുള്ള ഈ കുട്ടിയുടെ കേസിൻ്റെ അകത്താണെങ്കിലും അതല്ലെങ്കിൽ എക്സ്പോർട്ട് പാസ്പോർട്ടിൻ്റെ അകത്തൊക്കെ പറഞ്ഞതുപോലത്തുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഈ ഔട്ട് പാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഔട്ട് പാസ് ഒരു എൻഡിങ് അല്ല, പക്ഷേ ചില കേസിനകത്ത് അതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ലൈഫ് ബാൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനകത്താണെങ്കിൽ അത് പറ്റില്ല എന്നുള്ളത് കേട്ടോ ഓർക്കുക.
അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഞാൻ അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ ചെയ്യാമല്ലാത്തത് നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തി മറുപടി തരും. അതുപോലുള്ള മറ്റുള്ള വിവരങ്ങൾക്കും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.